ആത്മഹത്യാ ശ്രമങ്ങളെല്ലാം ചോദിച്ചാൽ വയറുവേദന, മരുന്ന് മാറ്റി കഴിച്ചു. അതിന്റെ കാരണം പണിഷബിൾ ആയിരുന്നു പണ്ട്. IPC 309 309. ഇപ്പോ 2017 ഈ തൊട്ട് പുതിയ നിയമമാണ്. ആത്മഹത്യയെ ആത്മഹത്യാ ശ്രമത്തെ ആത്മഹത്യാ പ്രവണത ഉള്ളവരോട് ഞങ്ങൾ ചോദിക്കാറുണ്ട് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നാറുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ ഐഡിയ കൊടുക്കുകയാണ്. ആക്ച്വലി ഐഡിയ കൊടുക്കുകയല്ല, അവർക്ക് ഒരു റിലീഫാണ് ഉണ്ടാവുന്നത്. അയ്യോ, ഈ മനുഷ്യനെങ്കിലും എന്നെ മനസ്സിലാക്കി. സോ ചോദിക്കുന്നതിൽ തെറ്റില്ല. നമസ്കാരം, റേഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡോക്ടർ എൽസ. ഞാൻ അമല മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗത്തിൽ MD സ്റ്റുഡൻ്റ് ആണ്, ഫൈനൽ ഇയർ. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത് ഡോക്ടർ പ്രീതി മാഡം. അമല മെഡിക്കൽ കോളേജിലെ സീനിയർ സൈക്കാട്രിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ മാഡത്തിന്റെ അടുത്ത് സൂയിസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമം, ആത്മഹത്യാ പ്രവണതകളുള്ള വ്യക്തികളെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാം മാഡം. എന്താണ് സൂയിസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമം, സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്വയം ജീവിതം അവസാനിപ്പിക്കുക, അതാണ് ആത്മഹത്യ. അതിനുള്ള പ്രവണതയ്ക്കാണ്, ശ്രമങ്ങൾക്കാണ് ആത്മഹത്യാ ശ്രമം. ആത്മഹത്യാ ശ്രമത്തിൽ മരണം ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് അല്ലാതെ പാരാസൂയിസൈഡ് എന്നൊരു കാറ്റഗറി ഉണ്ട്. ഇവരും സ്വയം മുറിവേൽപ്പിക്കാറുണ്ട്, പക്ഷെ മരണം ആഗ്രഹിക്കുന്നില്ല. ദിസ് ഇസ് യൂഷ്വലി ഒരു ഹെൽപ്പ് സീക്കിംഗ് ബിഹേവിയർ, ഇല്ല ഒരു സപ്പോർട്ട് എല്ലാവരുടെ അടുത്തുനിന്നും കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണത്. പ്രധാനമായിട്ടും ഇങ്ങനെ വ്യക്തികൾ ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇത് ഇപ്പോ വളർന്നു വരുന്ന തലമുറകളിൽ വളരെയധികം നേരിടുന്ന ഒരു പ്രശ്നമാണ് ആത്മഹത്യാ പ്രവണത. പ്രധാനമായ കാരണങ്ങൾ ഉദ്ദേശിച്ചാൽ സ്ട്രെസ്, മാനസിക സമ്മർദ്ദങ്ങൾ, അത് പുറത്തുനിന്നാവാം, ജോലി പ്രശ്നങ്ങൾ, പഠിക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം ഇന്റേണൽ ക്യൂസ് പറയും. മാനസികവും ആരോഗ്യകരവുമായ ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങൾ, അതെല്ലാം നീണ്ടു നിൽക്കുന്ന പെയിൻ, ക്രോണിക് പെയിൻ ഡിസോർഡേഴ്സ്, ലഹരി, മദ്യം, ഇതിലുള്ള ഡിപ്പെൻഡൻസ് ഓർ അടിമത്വം, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. ഇപ്പൊ മേജറായിട്ട് നമ്മൾ സൈക്യാട്രി പറയുമ്പോൾ ഡിപ്രഷൻ ഓർ വിഷാദം, അതല്ല സൈക്കോസിസ്, ചിത്തഭ്രമം, ഉത്കണ്ഠ, ആങ്സൈറ്റി, ഇതെല്ലാം പ്ലാൻഡ്, നമ്മൾ നേരിട്ട് തീരുമാനിച്ച് ചെയ്യുന്ന ആത്മഹത്യയിലേക്ക് നീളും. ഇതല്ലാതെ ഇമോഷണൽ സൂയിസൈഡ്, ഇമ്പൾസീവ് സൂയിസൈഡ് എന്നതും ഉണ്ട്. എത്ര ശതമാനമാണ് സൂയിസൈഡ് അറ്റംപ്റ്റിനുള്ള സാധ്യത? എത്ര കോമൺ ആണ് ഇത്? ഇപ്പോൾ ലാൻസെറ്റ് 2025 ഫെബ്രുവരിയിൽ ഒരു പ്രസിദ്ധീകരിച്ചതനുസരിച്ച് ആഗോളപരമായി 7.4 ലക്ഷം ആളുകൾ പ്രതിവർഷം ആത്മഹത്യ ചെയ്യപ്പെടും. ഇതിന്റെ അർത്ഥം എവറി 43 സെക്കൻഡ്, ഓരോ 43 നിമിഷത്തിലും ഒരാൾ ആത്മഹത്യയിലൂടെ മരണപ്പെടുന്നു എന്നതാണ്. ഇന്ത്യൻ കണക്കുകൾ കാണിക്കുന്നത് വളരെ വേഗം വർദ്ധിച്ചു വരുന്ന റേറ്റുകളാണ്. ഇപ്പോ 22 6.5 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 7.4 ആണ് കാണിക്കുന്നത്. പ്രത്യേകിച്ചും കൗമാരപ്രായത്തിലുള്ള ആത്മഹത്യകൾ, വാർദ്ധക്യത്തിലുള്ള ആത്മഹത്യകൾ, പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ് എന്ന മാതിരിയുള്ള ആത്മഹത്യകൾ വളരെ വേഗം വർദ്ധിച്ചു വരുന്ന കാലമാണ്. ഇപ്പം നമുക്ക് പല പ്രോബ്ലംസ് ഉണ്ടെങ്കിലും എല്ലാവരും ഒരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റിലേക്ക് എത്തുന്നില്ല. അപ്പം എന്തൊക്കെയാണ് അതിന്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത്, ഒരു വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവർ, പ്രത്യേകിച്ച് സ്പൗസ്, ഒരു ഭാര്യ മരിച്ചതോ ഭർത്താവ് മരിച്ചതോ, സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതിരിക്കാം, സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല, പ്രധാനപ്പെട്ട അസുഖങ്ങൾ ലൈക്ക് ക്യാൻസർ, പെയിൻ, ഇതൊക്കെ ഉണ്ടാവാം. ഇപ്പോ അതിലും അല്ലാതെ കൗമാരപ്രായത്തിൽ സബ്സ്റ്റൻസ്, ലഹരി മരുന്നുകൾ, ആൽക്കഹോൾ, തുടർന്ന് വേറെ കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷെ നമ്മൾ റിസ്ക് അസസ് ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ, ശ്രമിച്ചിട്ടുണ്ടോ, അല്ല ഫാമിലിയിൽ, കുടുംബത്തിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ,
അല്ല പെട്ടെന്നൊരു മദ്യപാനവും ലഹരിയും, ഇൻക്രീസ്ഡ് ഇൻടേക്ക്, ഇതെല്ലാം. അതല്ലാതെ മേജറായ സ്ട്രെസ്സേഴ്സ് എന്തെങ്കിലും ഇപ്പോഴുണ്ടോ, ലൈക്ക് ലോസ്, ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവാം, ഇതെല്ലാമാണ് നമ്മൾ റിസ്ക് ആയി എടുക്കുന്നത്. പലപ്പോഴും പുറത്തുനിന്ന് ഒരു വ്യക്തിക്ക് ഇതിൽ കൂടെ കടന്നു പോകുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അതിന്റെ ഒരു സൈൻസ്, അല്ലെങ്കിൽ ഒരു റെഡ് സൈൻസ് അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഇപ്പൊ വാർണിംഗ് സൈൻസ് എന്ന് പറഞ്ഞാൽ, സാധാരണമായി പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം, ഇപ്പോൾ എല്ലാവരോടും ഇടപഴകി സന്തോഷമായി സിനിമ കാണുക, ഗെയിംസ് കളിക്കുക, അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എല്ലാത്തിൽ നിന്നും ഉൾവലിയുന്നു. ദേ വോണ്ട് ടു സിറ്റ് എലോൺ എന്ന് പറയും. ലോൺലിനെസ് പ്രിഫർ ചെയ്യും. ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, സിനിമ കാണുന്നത് ഇഷ്ടമാവുന്നില്ല. ഇപ്പൊ വീട്ടമ്മയാണെങ്കിൽ TV സീരിയലിലുള്ള ഇൻട്രസ്റ്റ് പോകുന്നു, കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെയാകുന്നു. കുട്ടികളാണെങ്കിൽ കളിക്കാൻ പോകുന്നില്ല, ഫ്രണ്ട്സിനോട് മിക്സ് ചെയ്യുന്നില്ല. ഇങ്ങനെ വളരെ വ്യത്യാസം കാണുക. അതല്ല, വളരെ കാലമായി ലൈഫില് നമ്മൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമില്ലേ, ഡെയിലി വാക്കിംഗ്, ആരോഗ്യകരമായി ശ്രദ്ധ പുലർത്തുന്നവർ, ഇവരെല്ലാം അതെല്ലാം വിട്ട് എല്ലാം ഉപേക്ഷിച്ച് അമ്പലങ്ങൾ കൂടെ ദിവസം പോയിരുന്ന ആൾക്കാർ അത് നിർത്തുന്നുണ്ടാവാം. അതല്ലാതെ ചില പേർ ക്രോണിക് സൂയിസൈഡ് എന്ന് പറയും. അളവിൽ കൂടുതൽ ആഹാരം കഴിക്കുക, അതല്ലെങ്കിൽ റാഷ് ഡ്രൈവിംഗ്, ഇങ്ങനെ ഒരു സ്വഭാവത്തിലോ ലൈഫ് സ്റ്റൈലിലോ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ആലോചിക്കേണ്ടതാണ്. പലപ്പോഴും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇവര് സൂയിസൈഡിന് മുമ്പ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ പോലെ കാര്യങ്ങൾ ചെയ്യും. അതിനെ ഇപ്പോ നമ്മള് ചില ആൾക്കാർ, പ്രത്യേകിച്ചും വയസ്സായവർ, ഇതിനെപ്പറ്റി അധികം സംസാരിക്കണമെന്നില്ല. പക്ഷെ അവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഡോക്ടർമാരെ കാണുമ്പോൾ മതി, എനിക്കിനി മരുന്നൊന്നും എഴുതണ്ട, എങ്ങനെയെങ്കിലും പോയാ മതി, അങ്ങനെ സട്ടിൽ സൈൻസ് കൊടുക്കും. പിന്നെ ഒരു വിൽപത്രം തയ്യാറാക്കുക, അവരുടേതായിട്ടുള്ള വില പിടിച്ച ആർട്ടിക്കിൾസ് എല്ലാവർക്കും കൊടുക്കുക. സ്വർണം കണ്ടിട്ടുണ്ട്, ഈ മാലകൾക്ക് അവൾക്ക് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ പോയി നമ്മൾ പഴയ തെറ്റ് ചെയ്തവരോടൊക്കെ ഒരു ക്ഷമ ചോദിക്കുക, അമ്പലങ്ങൾ സന്ദർശിക്കുക. അതുമില്ലാതെ വളരെ ഡിസ്ട്രെസ്, വളരെ ഒരു വിഷമത്തിൽ ഉണ്ടായിരുന്ന ആൾ കുറേശ്ശെ ശാന്തമാകുന്നത് കാണാം, ഒരു തീരുമാനം എടുത്തതിന് പിറകെ. കാം, ക്വയറ്റ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്, ഇയാൾ എന്തിനാണ് റെഡി ആവുന്നത്. പെട്ടെന്നൊരു വ്യത്യാസം വ്യക്തികള് കാണുമ്പോൾ നമ്മളതൊരു സിഗ്നലായിട്ട് മനസ്സിലാക്കും. കാരണം നമ്മളെ കാണാറുണ്ട്, ഇങ്ങനെ കാണുന്ന ആൾക്കാരാണ് പോയി ചെയ്യുന്നത്. അതും ഹൈ ലീത്തൽ മെത്തേഡ് എന്ന് പറയും, ആത്മഹത്യ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ. പലപ്പോഴും സൂയിസൈഡ് അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റിനെ പറ്റി കുറെ മിഥ്യാധാരണകൾ മിത്സ് നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചോദിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മളുടെ ഇടയിൽ, ഇൻക്ലൂഡിങ് വളരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ ഒരു ചിന്തയാണ്. ആത്മഹത്യാ പ്രവണത ഉള്ളവരോട് ഞങ്ങൾ ചോദിക്കാറുണ്ട്, ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നാറുണ്ടോ. അവർ പറയുന്നത് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ ഐഡിയ കൊടുക്കുകയാണ്. ആക്ച്വലി ഐഡിയ കൊടുക്കുകയല്ല, അവർക്ക് ഒരു റിലീഫാണ് ഉണ്ടാവുന്നത്. അയ്യോ, ഈ മനുഷ്യനെങ്കിലും എന്നെ മനസ്സിലാക്കി. സോ ചോദിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ രണ്ടാമതൊരിത്, പറഞ്ഞു നടക്കുന്നവർ ചെയ്യില്ല, കുരക്കിണ പട്ടി കടിക്കില്ല, അങ്ങനെ ഒരു മിഥ്യാധാരണയുണ്ട്. പക്ഷെ അത് ഓപ്പോസിറ്റ് ആണ്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് 6 മാസം മുന്നേ ഉള്ള പീരീഡിൽ ഇവരെല്ലാം ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഡോക്ടർമാർ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോവില്ലായിരിക്കും. സാധാരണ ഡോക്ടർമാരോട് എത്ര കാലം ഇങ്ങനെ കിടക്കണം, മരിക്കാറായോ, അങ്ങനെ മരണത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടാവും. സോ ഇത് 2. മൂന്നാമത്തെ മിത്ത് എന്താന്ന് വെച്ചാല്, ഒരു പ്രാവശ്യം ശ്രമിച്ചവർ പിന്നെ ശ്രമിക്കില്ല. ബട്ട് ഇറ്റ് ഇസ് കണക്കുകൾ കാണിക്കുന്നത് 20% റിപ്പീറ്റേഴ്സ് ആണ്. ഒരു പ്രാവശ്യം ശ്രമിച്ചവർ പിന്നെയും ശ്രമിക്കാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. സോ ഈ 3 തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ടതാണ്. നമ്മുടെ ഇപ്പൊ കൂടുതൽ കാണുന്നത്, സൂയിസൈഡ് കാണുന്നത് ഈ ടീനേജ് പോപ്പുലേഷൻ, അങ്ങനെയുള്ളവർക്ക് നമ്മളിപ്പോ കുറച്ച് നാളുകളായിട്ട് ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അപ്പം ഈ അഡോളസെന്റ് പോപ്പുലേഷൻ അല്ലെങ്കിൽ കൗമാരക്കാർക്കിടയിൽ എത്ര കോമൺ ആണ്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടായിരിക്കും, അതിന്റെ റീസൺസ്? കൗമാരക്കാർക്ക് ഇടയിൽ ഇപ്പോൾ വന്ന ലൈഫ് ചേഞ്ചസ്, ഫസ്റ്റ് ഒന്നാമത് വന്ന് കുടുംബം ന്യൂക്ലിയർ ആയി. അച്ഛൻ, അമ്മ, ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി, ഇത്രയേ ഉള്ളൂ. സോ ഷെയർ ചെയ്യാനുള്ള
സാധ്യതകൾ കുറവാണ്. ഇമോഷണൽ നീഡ്സ് എന്ന് പറയും, സപ്പോർട്ട് കിട്ടുന്നില്ല. ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടുമായിരിക്കും, ആശയവിനിമയം നടത്തുമായിരിക്കും. പിന്നെയുള്ള പ്രശ്നങ്ങൾ സ്കൂളിലെല്ലാം മാർക്കിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഏറ്റവും അധികം മാർക്ക് വാങ്ങിയ കുട്ടിയാണ് ഏറ്റവും ഇന്റലിജന്റ് എന്നാണ് വിശ്വാസം. എന്നാൽ ഈ ഇന്റലിജന്റ് ഈസ് നോട്ട് മെഷേർഡ് ബൈ ഐക്യു മാത്രമല്ല. ഇപ്പോ പറയുന്നത് സോഷ്യൽ കോഷ്യൻ. ഒരു സൊസൈറ്റിയിൽ എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കാനേ അറിയില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം സെൽ അല്ലെങ്കിൽ TV ആണ്. ആരെങ്കിലും വീട്ടിൽ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത കുട്ടികൾ കൂടിയുണ്ട്. സോഷ്യൽ സ്കിൽസ് ഇല്ല. അഡ്വേഴ്സിറ്റി കോഷ്യൻ. ഒരു പ്രശ്നങ്ങൾ അഡ്വേഴ്സ് ഇഫക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ കുട്ടികൾക്ക് അറിയില്ല. കാരണം പാരന്റ്സ് ഓവർ പ്രൊട്ടക്റ്റഡ് ആക്കി വളർത്തുകയാണ്. ചില പാരന്റ്സ് വന്ന് പറയാറുണ്ട്, എന്റെ മകന് ഞാൻ ഒരു വിഷമവും കൊടുത്തിട്ടില്ല, ഒരു കഷ്ടവും അറിയിക്കാതെയാണ് വളർത്തിയത്, അവൻ വിചാരിക്കുന്നതിന് മുമ്പേ വാങ്ങിക്കൊടുത്തിരുന്നു. ഇതിലൊക്കെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഉണ്ടാവുന്നതെന്നാൽ ഈ സാഹചര്യങ്ങൾ ഇല്ലാതാവുമ്പോൾ ആ കുട്ടിക്ക് ജീവിതം എടുത്തു പോകുന്നു. ഈ കുട്ടി ഒരു ഹോസ്റ്റലിൽ പോയാൽ അങ്ങനെ ഓവർ പ്രൊട്ടക്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല, പ്രശ്നങ്ങളും ഉണ്ടാവും. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്ലാൻ എ ഇങ്ങനെ പോവാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പ്ലാൻ ബി എന്ന് ചിന്തിക്കാനുള്ള കഴിവ് ഈ കുട്ടിക്ക് ഉണ്ടാവില്ല. കാരണം പാരന്റ്സ് ആണ് ഡിസൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, മോൻ ഇത് ചെയ്തോ, മോനൊരു പ്രശ്നവുമില്ല, ഇതില്ലെങ്കിൽ ആണ്. അതേമാതിരി ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ മാതാപിതാക്കൾ എന്താ പറയാ, മാസാവസാനം ആവട്ടെ, ശമ്പളം വരട്ടെ, നോക്കട്ടെ, ശ്രമിക്കാം. ഇപ്പൊ അതൊന്നുമില്ല. കയ്യില് പൈസ ഉണ്ടോ ഇല്ലേ, ഓൺലൈൻ ഓർഡർ ചെയ്യുന്നു, കാർഡ് പേയ്മെന്റ് നടത്തുന്നു, വിചാരിച്ചു നിമിഷങ്ങൾക്കുള്ള സാധനം കയ്യിൽ. അപ്പോൾ ഈ കാത്തിരിക്കാൻ ക്ഷമയോ സന്നദ്ധതയോ ഈ കുട്ടികൾക്കില്ല. ഇതുകൊണ്ട് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതിന് കുറച്ചു നേരം കഴിഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ടാവും, അത് ആലോചിക്കുന്നില്ല. ഉടനെ ഒരു സൊല്യൂഷൻ വേണം. ഇതില്ലേ ദേ ആർ സീയിങ് ഓൺലി വൺ എക്സിറ്റ് ഡോർ. പുറത്തേക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയേ അവരുടെ മുന്നിലുള്ളൂ, മരണം. ഇതാണ് അഡോളസൻസിന് പറ്റുന്നത്. പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഇല്ല, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് കുറവാണ്, കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം ചെയ്യാനുള്ള കഴിവ്, ഇതുമാതിരി നമ്മൾക്ക് ചെറുപ്പത്തിലെ നമ്മൾ വീട്ടിലും പഠിക്കും സ്കൂളിലും പഠിക്കും, ലൈഫ് സ്കിൽസ് എന്ന് പറയും. അതിന്റെ ട്രെയിനിങ് ഇപ്പൊ വളരെ കുറഞ്ഞിരിക്കുന്നു. എല്ലാം മെക്കാനിക്കലി ഒരു മാർക്ക്, ഫസ്റ്റ് റാങ്ക്. എത്രയോ ഗോൾഡ് മെഡലിസ്റ്റുകൾ കണ്ടിട്ടുണ്ട്, പുറത്തു വന്നാൽ അവർക്ക് അറിയില്ല സർവൈവ് ചെയ്യാൻ. ഇപ്പൊ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, പേഷ്യൻസിനോട് വർത്താനം പറയാൻ അറിയുന്നില്ല. വെറുതെ നോക്കി ചില പേര് പേഷ്യന്റ് പറയാറുണ്ട്, മുഖത്തുകൂടി നോക്കുന്നില്ല, എഴുതി കൊടുക്കുക. അത് മാത്രം മെക്കാനിക്കൽ ആവുമ്പോൾ സക്സസ്ഫുൾ ആവില്ല. അവർക്ക് EQ കൂടെ ഉണ്ട്, ഇമോഷണൽ കോഷ്യന്റ്. സ്വന്തം വികാരങ്ങളും ഇനി വേറെ ഒരാളുടെ വികാരങ്ങൾ, എംപതി എന്ന് പറയും, ഫീലിംഗ് ഇൻ ദെയർ ഷൂസ്, ഇതെല്ലാം ഇല്ലാതെയാവുന്നു. അപ്പോൾ റിലേഷൻഷിപ്സ് ഫെയിൽ ആവുന്നു. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയ ഉടനെ സൊല്യൂഷൻ അറിയില്ല, ഇതാണ് എല്ലാം കഴിഞ്ഞു. അതാണ് പ്രശ്നങ്ങൾ നേരിട്ടാൻ പഠിപ്പിക്കണം. ചില കുട്ടികൾ പറയാറുണ്ട്, ചെറുപ്പത്തിൽ തന്നെ ഫെയിലിയർ നേരിടാൻ പാരന്റ്സ് പഠിപ്പിച്ചില്ല, അതുകൊണ്ട് എനിക്ക് ചെറിയ ഒരു കാര്യത്തിൽ 100 മാർക്കിലിരുന്ന് 98 ആയാലേ എനിക്ക് സന്തോഷം. അപ്പോ ദാറ്റ് ബിക്കംസ്, വലുതാവും തോറും അത്രയും പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ലല്ലോ. ഇപ്പോ ഇത് ആത്മഹത്യ, സെൽഫ് ഹാർമിംഗ് ആണ്. വേറെ ഒരു ടെൻഡൻസി റിസ്ക് ടേക്കിംഗ്, സിഗരറ്റ്, മദ്യപാനം, ലഹരി മരുന്നുകൾ, ഇതെല്ലാം ഈസി ഹാപ്പിനെസ്, പ്ലഷർ സീക്കിംഗ് ആണ്. ഉടനെ നമ്മുടെ മനസ്സ് ശാന്തമാവാനും സന്തോഷമാവാനും വേണ്ടി ചെയ്യുന്നതാണ്. ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ പഠിപ്പിച്ചാൽ വളരെ ഉപകാരപ്രദമാണ്. മോസ്റ്റ്ലി അത് ഈ പഠിക്കാൻ കുട്ടികൾക്ക് ഇപ്പൊ ഫോക്കസിങ് ഡിഫിക്കൽട്ടിയുടെയും ഒരു റീസൺ ഇതാണല്ലോ, അവർക്ക് ഫോക്കസ് ചെയ്ത് ഫാസ്റ്റ് ഫുഡ് കൾച്ചർ വിചാരിച്ചു കിട്ടണം, അതാണ് പ്രശ്നം. പിന്നെ എപ്പോഴും ഇപ്പൊ നിയമവ്യവസ്ഥകളിലൊക്കെ വ്യത്യാസം വന്നത് എല്ലാവർക്കും ഒന്നും അറിയില്ല. എല്ലാവർക്കും ഉള്ളൊരു ടെൻഷനാണ്, ഇനി ഞങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി കേസിൽ കൂടെ ഒക്കെ പോകേണ്ടി വരുമോ, ഫൈൻ അടിക്കേണ്ടി വരുമോ എന്നൊക്കെ. അപ്പം ഇവിടെ വരുന്ന ആത്മഹത്യാ ശ്രമങ്ങളെല്ലാം ചോദിച്ചാൽ വയറുവേദന, മരുന്ന് മാറ്റി കഴിച്ചു. അതിന്റെ കാരണം പണിഷബിൾ ആയിരുന്നു പണ്ട്, IPC 309 309. ഇപ്പോ 2017 തൊട്ട് പുതിയ നിയമമാണ്. ആത്മഹത്യയെ
ആത്മഹത്യാ ശ്രമത്തെ കുറ്റവിമുക്തമാക്കി. അങ്ങനെ പറഞ്ഞാൽ ഡീക്രിമിനലൈസേഷൻ ഓഫ് സൂയിസൈഡ് അറ്റംപ്റ്റ്. അപ്പോൾ അതിലെന്താണ് പറയണത് എന്നാൽ, ഈ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരാൾ വളരെ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ആളാണ്. സോ അയാളെ ഇനിയും പണിഷ് ചെയ്യാതെ, ശിക്ഷ കൊടുക്കാതെ ചികിത്സയ്ക്ക് അയക്കൂ. അതാണ് ഇപ്പോഴത്തെ നിലപാട്. അതുകൊണ്ട് ആത്മഹത്യാ ശ്രമങ്ങൾ ഇപ്പോൾ കുറ്റകരമല്ല. അതല്ലെങ്കിൽ കോടതി തെളിയിക്കണം ഇയാൾക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് തെളിയിക്കൽ വളരെ വിഷമകരമാണ്. പക്ഷെ അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ്, ആത്മഹത്യക്ക് പ്രേരിതമാകുന്ന കാരണങ്ങൾ, ഡൗറി സൂയിസൈഡ് അതുമാതിരി വരുന്നല്ലോ, ഹസ്ബൻഡ് ഭാര്യയെ അടിച്ച്, അപ്പൊ അവർക്ക് 7.5 കൊല്ലം വരെ പണിഷ്മെന്റ് ഉണ്ട്. ദാറ്റ് ഈസ്, അതും പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. ഇടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കായിരുന്നു, പലപ്പോഴും നമ്മൾ അതിന്റെ റീസൺസ് നോക്കുമ്പോൾ ഒരു സപ്പോർട്ട് സിസ്റ്റം കുറവുള്ളതൊരു ഫാക്ടറാണ്. അപ്പം ഫാമിലിയിൽ നിന്ന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇപ്പൊ ഇൻലോസ് ആണെങ്കിലും അവർ താമസിക്കുന്ന വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും എന്താണ് ഈ സൂയിസൈഡ് പ്രിവെൻഷനിലേക്ക്? ഇപ്പോ നമ്മള് സൂയിസൈഡ് മാത്രമല്ല, എന്ത് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും 3 കാരണങ്ങൾ പറയാം മുഖ്യമായി. ഒന്ന് ജെനറ്റിക്, ജന്മനാ ഉള്ള വൾണറബിലിറ്റി. രണ്ടാമത് സ്ട്രെസ്, പുറത്തുനിന്ന് വരുന്ന സമ്മർദ്ദങ്ങളാവാം, ഉള്ളിൽ നിന്ന് വരുന്ന സമ്മർദ്ദങ്ങളാവാം. ഈ ഉള്ളിൽ നിന്ന് വരുന്ന സമ്മർദ്ദങ്ങൾ എന്ന് പറഞ്ഞപ്പോഴാണ്, എനിക്ക് അറിയുന്ന ഒരു ട്വിൻസ് ഉണ്ട്. അതിൽ ആൺകുട്ടി ഭയങ്കരമായി പഠിച്ച് 98-100 വാങ്ങും. പെൺകുട്ടി സ്ലോ ലേണറാണ്, അവൾക്ക് അത്ര വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷെ ടെൻഷൻ അധികം ആൺകുട്ടിക്കാണ്. കാരണം അതിന്റെ ഉള്ളിൽ 100 ഒരു ലെവൽ വെച്ചിരിക്കുന്നത്. 100ൽ 1 മാർക്ക് കുറഞ്ഞാൽ ആ കുട്ടി കരയാൻ തുടങ്ങും. ഇതാണ് ഉള്ളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ. നമ്മളെ പറ്റി ഒരു ലെവൽ വെക്കുക, ഐഡിയൽ അങ്ങനെ വരണം. ഈ ഒബ്സഷൻ ടെൻഡൻസി ഉള്ളവർക്കൊക്കെ ഉണ്ടാവും. പിന്നെ ഉള്ളത് സപ്പോർട്ട് സിസ്റ്റം. ഇത് 3ഉം ചേർന്നാണ് ഒരു വ്യക്തി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും സൂയിസൈഡിലേക്ക് പോകുന്നതും എല്ലാം തീരുമാനപ്പെടുന്നത്. ഇപ്പൊ സപ്പോർട്ട് സിസ്റ്റം ഫാമിലിയാണ് ഫസ്റ്റ്. നമുക്ക് സോഷ്യൽ സപ്പോർട്ട് ഇപ്പൊ കുറഞ്ഞു വരികയാണ്. ഒരുത്തർ തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറഞ്ഞു. പണ്ടൊക്കെ വൈകുന്നേരം ആയാലും അമ്പലത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ചുറ്റിയിരുന്ന് പെൻഷനേഴ്സ് ഒക്കെ കൂടി ഇരുന്ന് വർത്താനം പറയലും, അതൊരു ഗ്രൂപ്പ്. ലേഡീസ് എല്ലാം ചേർന്ന് ഒരു എന്താ പറയാ സപ്താഹം, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അങ്ങനെ സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ കുറഞ്ഞു. ഫാമിലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ മനസ്സിലാക്കണം. അവർ തെറ്റ് ചെയ്താലും നമ്മൾ അവരുടെ കൂടെ നിൽക്കണം. എപ്പോഴും ഒരു ആത്മഹത്യ ടെൻഡൻസി അല്ലെങ്കിൽ അതിന്റെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും സൈക്കാട്രിസ്റ്റിനെ വന്ന് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല. അപ്പൊ ഒരു ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ്, പെട്ടെന്ന് നമുക്കൊരു ഹെൽപ്പ് വേണം എന്നുള്ള കേസിൽ ഇതിന് വളരെ പ്രയോജനകരമായിട്ടുള്ളതാണ് ഹെൽപ്പ് ലൈൻസ്. DMHPയുടെ ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട്. നമ്പർ 14416 144116. ഇത് 24/7 വർക്കിംഗ് ആണ്. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വിളിക്കാം. നിങ്ങളുടെ ഐഡന്റിറ്റി പറയണം എന്നില്ല. അവരിത് കോൺഫിഡൻഷ്യൽ ആണ്. വിളിച്ച ഉടനെ ഒരു കൗൺസിലർ അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ചു നേരം സംസാരിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അസസ് ചെയ്ത് ഐദർ സൈക്യാട്രിസ്റ്റിന് അയക്കും അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന് അയക്കും. തുടർന്ന് ചികിത്സ വേണമെങ്കിൽ കമ്മ്യൂണിറ്റി സെന്ററിലുള്ള സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് അയക്കുന്നതാണ്. ഇതിൽ വേറൊരു ഉപകാരം, ഫോൺ ചെയ്യുന്ന വ്യക്തിക്ക് ആത്മഹത്യാ പ്രവണത, ഇമ്മീഡിയറ്റ് റിസ്ക് ഇപ്പോൾ ചെയ്യുന്ന മാതിരി ഉണ്ടെങ്കിൽ അവർ കുറച്ചു നേരം സംസാരിക്കും, എൻഗേജ് ചെയ്യും പേഴ്സണെ. അതിന്റെ ആ സമയത്ത് ഹെൽപ്പ് വീട്ടിലേക്ക് എത്തിക്കും, എവിടെയൊന്ന് ലൊക്കേറ്റ് ചെയ്തിട്ട്. അതുകൊണ്ട് ദിസ് ഇസ് വെരി യൂസ്ഫുൾ. ഇതിന്റെ ഒരു പ്രിവെൻഷന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഇപ്പൊ റൈറ്റ് ഫ്രം ഒരു പാരന്റിങ് മുതല് വലിയ ആൾക്കാർ, ഇപ്പൊ നമ്മൾ വലിയ രോഗങ്ങൾ വരാതിരിക്കാൻ ഇമ്മ്യൂണൈസേഷൻ ചെയ്യാറില്ലേ, അതേമാതിരി ഒരു ഇമോഷണൽ പ്രൊഫൈലാക്സിസ്, ഇമോഷണൽ ഇമ്മ്യൂണൈസേഷൻ അത്യാവശ്യമാണ്. ഇതിലാണ് ചെറുപ്പം മുതലേ, ഇപ്പോ ജനിച്ച കുട്ടി കരയുമ്പോഴൊക്കെ പാൽ കൊടുക്കാതെ പഴയ അമ്മമാർ ഒരു എറ്റു കൊടുക്കും, കുറച്ചു നേരം കരയും, അങ്ങനെ ശീലമാക്കും. വെയിറ്റ് ചെയ്യാൻ, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഇപ്പോഴത്തെ അതൊന്നുമല്ല, അയ്യോ കുട്ടി കരയുന്നു, നടുരാത്രി ആയാലും. പണ്ടങ്ങനെയല്ല, ഒരു 6-7 കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ശ്രദ്ധ അത്രയേ ഉള്ളൂ. ഈ ഓരോ കുട്ടിയും അവൻ സർവൈവ് ചെയ്യണമെങ്കിൽ ഫൈറ്റ് ചെയ്ത് സർവൈവ് ചെയ്യണം. പ്രശ്നങ്ങൾ കൂടെ പോകണം. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ലൈഫ് സ്കിൽ കോച്ചിങ്
സ്കൂളിൽ നിന്ന് ആരംഭിക്കണം. മാർക്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. പിന്നെ അതും ഇല്ലാതെ ഒരു കൗൺസിലറിനെ വെക്കണം എല്ലാ സ്കൂളിലും. ഞാൻ സ്കൂൾസിൽ പോകുമ്പോൾ കാണുന്ന പ്രശ്നം ഇതാണ്. നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ കുട്ടികൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയും. എന്നിട്ട് പറയും ഞങ്ങളത് പറയാൻ ആളില്ല, ടീച്ചേഴ്സിനോട് പറയാൻ പറ്റില്ല, അവർ ബിസിയാണ്, അവരെയും പ്രഷറിലാണ്. 40-50 കുട്ടികളുണ്ടാവും. പിന്നെ ചിലപ്പോൾ ചീത്ത പറഞ്ഞു എന്ന് വരും. അപ്പൊ 24 മണിക്കൂറും അവൈലബിൾ ആയാൽ സന്തോഷം. അല്ലെങ്കിൽ സ്കൂൾ ടൈമിങ്ങിലെങ്കിലും എപ്പോ വേണമെങ്കിലും ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതെ ഇവർ പറഞ്ഞു കേട്ട് അവരെ സമാധാനിപ്പിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് സിസ്റ്റം എല്ലായിടത്തും അത്യാവശ്യമാണ്. ഇത് കുട്ടികള് വർക്കിംഗ് പ്ലേസസിലും ഇത് ആവശ്യമാണ്. ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ സൈക്യാട്രിസ്റ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നം എന്താ, സൈക്യാട്രിസ്റ്റുകൾ ഇനിയൊരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോയി സങ്കടം പറയുന്നത് വളരെ ചുരുക്കമായിരിക്കും, സ്റ്റിഗ്മ. സോ അവിടെയൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ ഒരു സെഷൻസ് ഉണ്ടാവും. നമ്മളുടെ വിഷമങ്ങൾ മുഴുവൻ പറഞ്ഞ് ഒരു ശുദ്ധീകരണം, ഇറ്റ്സ് പ്യൂരിഫിക്കേഷൻ ഓഫ് യുവർ ലോഡ്. ഒരാഴ്ച മുഴുവൻ നമ്മൾ കേൾക്കുന്നതല്ലേ. അതുമാതിരി എല്ലാ സ്ട്രെസ്ഫുൾ ഇതിലും IT ലോങ് അവേഴ്സ് വർക്ക് ചെയ്യുന്നിടത്ത് ഒക്കെ വെച്ചാൽ നല്ലതായിരിക്കും. വാർദ്ധക്യത്തിൽ കുറച്ചുകൂടി സപ്പോർട്ട് സിസ്റ്റം കൂട്ടണം. അവരെ കേൾക്കാൻ തന്നെ ആരുമില്ല, അവർ പറയുന്നത് കേൾക്കാം. പിന്നെ അവരെ നമ്മൾ കുറച്ചും കൂടി സൊസൈറ്റി, ഈ ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ പോയി ബാക്കിയുള്ള പ്രശ്നങ്ങൾ കുറച്ചു നേരം കേൾക്ക്. അപ്പൊ അത് ഇവർക്കൊരു പർപ്പസായി, അവരൊക്കെ എന്നെ കാത്തിരിക്കുന്നു. അവർക്കാണെങ്കിൽ എന്റെ പ്രശ്നങ്ങൾ പറയാൻ ഒരാളായി. ചെലവില്ലാത്ത കാര്യമാണ് ലേണിംഗ്. പലപ്പോഴും നമ്മൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് വിടുമ്പോൾ ഇവർ കെയർ ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സിന്റെ വിചാരം ഇനി ഈ വ്യക്തി ചെയ്യില്ല എന്നുള്ള ഒരു തോട്ട് ഉണ്ടാവാറുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഇത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എന്താന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോ സപ്പോസ് ഒരു ഡിപ്രഷൻ പേഷ്യന്റ് ആണ്, ആത്മഹത്യാ പ്രവണത കാണിച്ചതാണ്. അപ്പോ ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങി 1-2 ആഴ്ച ആവുമ്പോൾ ശാരീരികമായിട്ടുള്ള ഊർജം തിരിച്ചു കിട്ടും. പക്ഷെ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത ഉള്ളിലുണ്ടാവും. അപ്പോഴാണ് അവർ പോയി അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലിയർ ആയി പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ പേഷ്യന്റിന്റെ എനർജി വന്നു, സ്ലീപ്പ് ഇംപ്രൂവ് ആയിട്ട്, ഉറക്കം ഇംപ്രൂവ് ആയി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പക്ഷെ ഈ തോട്ട്സ്, സൂയിസൈഡൽ തോട്ട്സ് മുഴുവനും മാറിയിട്ടില്ല. അതുകൊണ്ട് മെഡിസിൻ ഒക്കെ നിങ്ങൾ എടുത്തു വെക്കണം. എടുത്തു കൊടുത്താൽ മതി. 1 ആഴ്ചക്കേ വാങ്ങിക്കാൻ പാടുള്ളൂ. ഒരാളുടെ കണ്ണ് എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാവും. സോ ഒരു 3 വീക്സ് 4 വീക്സ് ഒക്കെയാണ് വളരെ ഹൈ റിസ്ക് ഉണ്ടാവാറുള്ളത്. അതെ, നമ്മൾ ഡിസ്ചാർജ് ചെയ്തു മാറി എന്ന് പറഞ്ഞ് അയക്കരുത്. ഈ ഒരു പ്രശ്നം മനസ്സിൽ വെക്കേണ്ടതാണ്. ഫാമിലിയാണ് ശ്രദ്ധിക്കേണ്ടത്. അതല്ലെങ്കിൽ 6 ആഴ്ച കിടത്തേണ്ടി വരും. അത് ഇക്കണോമിക്കലി നോട്ട് പോസിബിൾ. ഓൾമോസ്റ്റ് നമ്മള് കുറെ ക്വസ്റ്റ്യൻസും ക്വയറീസും ഒക്കെ കവർ ചെയ്തു തോന്നുന്നുണ്ട്. എന്തായിരിക്കും ഇപ്പൊ നമുക്ക് മാഡത്തിന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണ്? കൺക്ലൂഡിങ്, എനിക്ക് ഒരു ആന്ത്രോപോളജിസ്റ്റ് ഉണ്ട് പഴയ, മാർഗരറ്റ് മീഡ്. അവർ പറയുന്നാറുണ്ട്, വി ഷുഡ് ടീച്ച് ദ ചിൽഡ്രൻ ഹൗ ടു തിങ്ക്, നോട്ട് വാട്ട് ടു തിങ്ക്. എന്താണ് ആലോചിക്കേണ്ടത് എന്നല്ല പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ആലോചിക്കേണ്ടത്. ഇത് നമ്മൾ ശീലമാക്കിയാൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവർക്ക് സ്വയം ചിന്തിച്ച് തീരുമാനം എടുത്ത് വരായികളെ പറ്റി ആലോചിച്ച് ഒരു മാർഗം തിരഞ്ഞെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ പറയാനുള്ളത്, ഈ കൗൺസിലേഴ്സിന്റെ യൂസും ലൈഫ് സ്കിൽ ട്രെയിനിങ്ങും ആൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ ലൈക്ക് കോംപ്ലിമെന്ററി യോഗ, സ്ട്രെസ് മാനേജ്മെന്റ്, ഇതെല്ലാം എല്ലാ ഏജിലും ആവശ്യമാണ്. സ്കൂളിൽ തുടങ്ങി കോളേജ്, അഡോളസൻസ്, പ്ലസ് സ്ട്രെസ്ഫുൾ ജോബ്സ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രൊഫഷൻ ഇതിലാണ് ഇപ്പൊ കൂടുന്നത് ആത്മഹത്യാ പ്രവണത. എന്താ കാരണം എന്ന് വെച്ചാൽ കിട്ടാൻ എളുപ്പമാണ്, മരിക്കാനുള്ള മരുന്നുകളും മെത്തേഡ്സും ഈസിയാണ്, പെയിൻലെസ് ഡെത്ത്. പിന്നെ വാർദ്ധക്യത്തിലും അത് വാർദ്ധക്യം ഇപ്പോ ഒരു കണ്ടം ടു ഡെത്ത് മാതിരിയാണ് കാണുന്നത്. ഇനി ഒന്നും ചെയ്യാനില്ല, ഹോപ്പ്ലെസ്നെസ് മാറ്റണം. എന്തെങ്കിലും ചെയ്യാനുണ്ടാവും സൊസൈറ്റിക്ക് വേണ്ടി, അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവരും വയസ്സാവേണ്ടതാണ്. ആത്മഹത്യകൾ പ്രിവെന്റ് ചെയ്യാൻ നടക്കണം. ഓരോരുത്തരും ഓരോ തവണ ഇത് കേൾക്കുമ്പോഴും ഞങ്ങൾക്കൊക്കെ മനസ്സിലൊരു ഗിൽറ്റ് വരാറുണ്ട്, എന്തെങ്കിലും ചെയ്യാമായിരുന്നോ. അതുകൊണ്ട് എല്ലാവരും കൂടി എന്തെങ്കിലും ഒന്ന് പുതിയ ചിന്തകൾ വരട്ടെ. സ്റ്റാർട്ട് ഫ്രം ചൈൽഡ്ഹുഡ്, ഏർലി ചൈൽഡ്ഹുഡ്.
ചിൽഡ്രൻ ആർ വെരി ബ്രില്യൻറ്റ്, വെരി ഒബ്സർവൻറ്റ്. സോ അവിടെ പിടിക്കാൻ തുടങ്ങണം. ചെറുപ്പം മുതലേ തുടങ്ങി ഒരു ചൊട്ടയിലെ ശീലം അല്ലേ, ഇതല്ലേ പറയാ. ഓക്കെ, ഓക്കെ മാഡം, താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഗുഡ് ക്വസ്റ്റ്യൻസ്.